അകക്കണ്ണിലെ വെളിച്ചമായി അമൃത ടീച്ചറുടെ ആദ്യ കവിതാ സമാഹാരം. ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാളം അധ്യാപിക അമൃത ടീച്ചറുടെ ആദ്യ കവിതാ സമാഹാരം അമ്മണുവിൻ്റെ കണ്ണൻ ഓഗസ്റ്റ് 8 ശനിയാഴ്ച രാവിലെ 10 മണിക്ക് സ്കൂളിലെ കലാഭവൻ ഹാളിൽ വെച്ച് പ്രകാശനം ചെയ്യും. പ്രശസ്ത എഴുത്തുകാരനായ KC നാരായണൻ, P രാമൻ, MSN സുധാകരൻ മാസ്റ്റർ, PM നാരായണൻ എന്നിവരോടൊപ്പം സർഗധനരായ കുട്ടികൾ പ്രകാശനം നിർവഹിക്കും. മലയാള അധ്യാപികയായിട്ടുള്ള അമൃത ടീച്ചറുടെ കവിതാ സമാഹാരം ഈ 8-ാം തീയതി പ്രകാശനം ചെയ്യുകയാണ്. അതിൻ്റെ ഒരു വലിയ സവിശേഷത, ടീച്ചർ ശ്രീകൃഷ്ണനെ കേന്ദ്ര കഥാപാത്രമാക്കി എഴുതിയിട്ടുള്ള കവിതകളാണ് അതിലുള്ളത്. അങ്ങനെ കേൾക്കുമ്പോൾ നമുക്കൊരു വിചാരം ഉണ്ടാവും, സാധാരണ എനിക്ക് ദൈവങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ പുരാണ പുരുഷന്മാരെ കുറിച്ചൊക്കെയുള്ള കവിതകൾ എഴുതുമ്പോൾ അതിനൊരു സ്ഥിരം പാറ്റേൺ ഉണ്ടാവും. ഒരു ഭക്തിയുടെയോ അങ്ങനെയൊക്കെയുള്ള ഒരു അവരുടെ മഹത്വങ്ങൾ കീർത്തിക്കുന്നതോ തനിക്ക് ഉള്ള ഭക്തിയെക്കുറിച്ച് പറയുന്നതോ ഒക്കെ ആയിരിക്കും എന്നൊരു പൊതുധാരണ ഉണ്ടാവും. പക്ഷെ അതൊന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് ടീച്ചർ ശ്രീകൃഷ്ണനെ കാണുന്നത്. തൻ്റെ ഒരു കൂട്ടുകാരനായി, എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാവുന്ന ഒരാളായിട്ട് ടീച്ചർ കവി അങ്ങോട്ട് മാത്രമല്ല ശ്രീകൃഷ്ണൻ ഇങ്ങോട്ടും പറയുന്നുണ്ട്. അങ്ങനെ ഒരു സൗഹൃദ സംഭാഷണം പോലുള്ള കവിതകൾ ഉൾപ്പെടെ അതിലുള്ളതാണ്. അതിലൊരു കവിതയും ഒരു സ്ഥിരം പാറ്റേണിൽ അല്ലതാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു വ്യത്യസ്തമായ ഒരു ആംഗിൾ ഈ കവിതാ സമാഹാരത്തിനുണ്ട്. ഇതിന്റെ അവതാരിക എഴുതിയത് P രാമമാഷാണ്. P രാമമാഷ വളരെ കൃത്യമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. അമൃത ടീച്ചർ ശ്രീകൃഷ്ണനെ കുറിച്ച് മാത്രമല്ല കവിത എഴുതുന്നുള്ളൂ, ധാരാളം കവിതകൾ വേറെയും ഉണ്ട്. പക്ഷെ ഇതിൽ കൃഷ്ണനെ കുറിച്ച് മാത്രമാണ്. അതിന്റെ പേര് തന്നെ അല്പം രസകരമായ പേരാണ്. അമ്മണുവിന്റെ കണ്ണൻ അമ്മണുവിന്റെ കണ്ണൻ എന്നാണ് പുസ്തകത്തിന്റെ പേര്. അത് കേട്ടാൽ തന്നെ നമുക്കൊരു വ്യത്യസ്തത തോന്നും. ഈ വ്യത്യസ്തതയിലെ ഉടനീളമുണ്ട്. അതിന്റെ ഒരു കവിതയുടെ ആഴത്തിലും കവിത കൈകാര്യം ചെയ്യുന്ന പ്രമേയത്തിന്റെ വ്യത്യസ്തതയിലും ഒക്കെ. ഈ പുസ്തകം നമ്മൾ 8-ാം തീയതി ശ്രീകൃഷ്ണ ഹൈസ്കൂളിൽ വെച്ചിട്ട് രാമമാഷും KC നാരായണനും ഒക്കെ പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ വെച്ച്, കുട്ടികളൊക്കെ പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ വെച്ച് കവിതയുടെ പ്രകാശനവും അതിന്റെ അനുബന്ധമായിട്ട് ആ കവിതയെക്കുറിച്ച്, അതിലെ പല കവിതകളെക്കുറിച്ച് മുതിർന്നവരും കുട്ടികളും സംസാരിക്കൽ, അവരുടെ ചില കവിതകളുടെ അവതരണം, പിന്നെ മുൻകൂട്ടി ചെയ്തൊരു പണി എന്നുള്ള നിലയ്ക്ക് ചിത്രരചന അതിലെ കവിതകളുടെ ചിത്രീകരണം. പല കവിതകൾക്കും കുട്ടികൾ ചിത്രം വരച്ചിട്ടുണ്ട്, കുട്ടികളാണ് വരച്ചിരിക്കുന്നത്. ആ ചിത്രങ്ങൾ എക്സിബിറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തമായ കുറച്ച് പരിപാടികളോട് കൂടിയാണ്. കവിതകളെ ആസ്പദമാക്കി കുട്ടികൾ വരച്ച ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയ ചിത്ര ക്യാൻവാസ് പ്രദർശനവും ഉണ്ടാകും. കവിതയെ കുറിച്ചിട്ട് ചിത്രം വരയ്ക്കാൻ ഒരുപാട് കുട്ടികൾ താല്പര്യപ്പെടാറുണ്ട്. അപ്പോൾ ആ സമയത്താണ് ടീച്ചറുടെ ഒരു പുസ്തകത്തിൻ്റെ പ്രകാശനം. അപ്പോൾ ആ ഒരു കവിതയിലുള്ള വരികൾ കുട്ടികൾക്ക് അയച്ചു കൊടുക്കുകയും കുട്ടികൾ അതിൽ നിന്ന് ഇഷ്ടപ്പെട്ട വരികൾ സെലക്ട് ചെയ്ത് അതിൻ്റെ ഒരു ഇലിസ്ട്രേഷൻ എന്ന രീതിയിൽ വരയ്ക്കുന്ന ഒരു ചിത്ര ക്യാൻവാസ് കൂടി ഈ ഒരു പ്രകാശനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ഏകദേശം ഒരു 10-80ഓളം കുട്ടികൾ ഇപ്പോൾ വരയ്ക്കുന്നുണ്ട്. മുഴുവനും കഴിഞ്ഞിട്ടില്ല, അതിൻ്റെ വരയിലാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രകാശന ചടങ്ങിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ കവിതകൾ അവതരിപ്പിക്കും. കൃഷ്ണഭക്തി രസം നിറഞ്ഞു നിൽക്കുന്ന ഉണ്ണിക്കണ്ണനെ താൻ തന്നെയായി കാണുന്ന മൗലികമായ കവിതകളാണ് അമ്മണുവിൻ്റെ കണ്ണൻ എന്ന സമാഹാരത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പലായിരുന്ന MSN സുധാകരൻ മാസ്റ്ററുടെ തള്ളേലൊട്ടി എന്ന കവിതാ സമാഹാരത്തിന് ശേഷം സ്കൂളിലെ മറ്റൊരു അധ്യാപിക പുറത്തിറക്കുന്ന കവിതാ സമാഹാരമാണ് ഇത്. അമ്മണുവിൻ്റെ കണ്ണൻ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കവിതാ സമാഹാരമാണ്. അമ്മണു എൻ്റെ കണ്ണൻ എന്നല്ല പറയുന്നത്, എൻ്റെ കണ്ണെന്നോ നിങ്ങളുടെ കണ്ണെന്നോ വേറെ ആരുടെങ്കിലും കണ്ണെന്നോ അല്ല പറയുന്നത്. അമ്മണു എന്ന് പറയുന്നത് ഒരു പ്രത്യേക വ്യക്തിത്വമാണ്, അല്ലെങ്കിൽ ഒരു സ്വത്വമാണ്. ഒരു കവിയെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെയൊക്കെ സംബന്ധിച്ച് അവനവൻ സ്വയം അവനവനെ കുറിച്ച് സ്വരൂപിച്ചെടുക്കുന്ന ചില സങ്കല്പങ്ങൾ, സ്വത്വബോധം ഒക്കെ ഉണ്ടല്ലോ, അതാണ് അമ്മണു. ആ അമ്മണു കണ്ണനാണെങ്കിൽ കണ്ണനും അതുപോലെ തന്നെ വ്യത്യസ്തമായ ഒരു കണ്ണനാണ്. അപ്പൊ അമ്മണുവിന്റെ കണ്ണൻ എന്നുള്ള പേരിൽ നിന്ന് തന്നെ ഈ കവിതയുടെ വ്യത്യസ്തത തുടങ്ങുന്നുണ്ട്. നേരത്തെ ഇവിടെ നാരായണ മാഷ് സൂചിപ്പിച്ച പോലെ തന്നെ ഇത് ഒരു ഭക്തി കവിതാ സമാഹാരം എന്ന് പറയാൻ കഴിയില്ല. കാരണം അതല്ലെങ്കിൽ അങ്ങനെ വളരെ വിശാലമായ അർത്ഥത്തിൽ അങ്ങനെ പറയേണ്ടി വരും. ഒരു ഭക്തി കാവ്യമാണ് എന്ന്, അല്ലെങ്കിൽ ഭക്തി കവിതാ സമാഹാരമാണ് എന്ന് പറയേണ്ടി വരും. കാരണം നമ്മൾ ഈ ഭക്തി കവിതകളിലേക്ക് ഒരു പാരമ്പര്യം അന്വേഷിച്ച് പോകുമ്പോൾ മീരാഭായിയുടെയും അതുപോലെ അക്ക മഹാദേവിയുടെയും ഒക്കെ കവിതകളിലേക്ക് ഒരു സ്വഭാവം എന്ന് പറയുന്നത് കേവലമായ ഒരു ഭക്തിക്ക് അപ്പുറത്തേക്ക് ഒരു കവി തൻ്റെ സ്വത്വത്തെ
മറ്റൊന്നുമായിട്ട് ചേർത്ത് വെക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങൾ, അത്തരം അനുഭവങ്ങളാണ് ഈ കവിതയുടെയും ഒരു അടിത്തറ എന്ന് പറയേണ്ടി വരും. അങ്ങനെ നോക്കുമ്പോൾ മലയാളത്തിലെ ഏറ്റവും മികച്ച ഒരു ആത്മാന്വേഷണ കാവ്യം തന്നെയായിട്ട് ഇതിലെ കവിതകൾ മാറും, അല്ലെങ്കിൽ ഈ കവിതാ സമാഹാരം മാറുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത്. പുറംകാഴ്ച പരിമിതിയുള്ള കവിയുടെ കണ്ണനുമായുള്ള സംവാദത്തിന്റെ ആന്തരിക അനുഭവങ്ങളാണ് കവിതയിൽ ഉള്ളത്. ഇത്ര വലിയ രീതിക്കൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. ചെറുതായിട്ടൊരു പരിപാടി നടത്തി ചെയ്യാനുള്ളത് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. പക്ഷെ സ്കൂളിലെ അധ്യാപകരായാലും മാനേജ്മെന്റ് ആയാലും ഇതൊക്കെ പോട്ടെ, അതിലുപരി അവിടുത്തെ നമ്മുടെ മക്കളായാലും കുട്ടികളായാലും അതിൽ എല്ലാവരും സഹകരിച്ചു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ അങ്ങനെയുള്ള ഒരു അവസരങ്ങൾ നൽകുന്ന സ്കൂളിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതും വലിയ കാര്യമല്ലേ. കാരണം എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് പല സ്കൂളുകളിലും അതിലെ അധ്യാപകർ ഒരുപാട് തരത്തിലുള്ള പ്രയാസങ്ങൾ, മാറ്റി നിർത്തലുകൾ, അതായത് ഭിന്നശേഷി എന്നുള്ളതിൻ്റെ പേരിൽ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാവരെയും പോലെ തന്നെ എല്ലാവരും അംഗീകരിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഇവരൊക്കെ പറഞ്ഞ പോലെ ഈ കണ്ണെന്നുള്ളത് പുറത്തല്ലല്ലോ, ഉള്ളിൽ തന്നെ ഉള്ള, നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഉള്ളത്, നമ്മൾ തന്നെയാണ് ഞാൻ അനുഭവം കൊണ്ട് തിരിച്ചറിഞ്ഞതായിട്ടുള്ള അറിവ്. അപ്പോൾ എൻ്റെ കൂടെ എന്നോടൊപ്പം വളരുന്ന, എൻ്റെ അതേ സെയിം ഏജിൽ വളരുന്ന കണ്ണനോട് നടത്തുന്ന ഒരു സംഭാഷണം, അതിന് സംഭാഷണത്തിനുപരിയായിട്ടുള്ള ഒരു താതാത്മ്യം ഒക്കെയാണ് ആ കവിതകളിൽ. വാർത്താ സമ്മേളനത്തിൽ PM നാരായണൻ, MSN സുധാകരൻ, കവയിത്രി അമൃത K, പ്രിൻസിപ്പൽ PS ആര്യ, A മുരളീധരൻ, വിദ്യ P, ബാലകൃഷ്ണൻ E, സുരേഷ്, ബിജു തെക്കുംപാട്ട്, സുരേഷ് കുമാർ V, വിപിൻനാഥ് TK എന്നിവർ പങ്കെടുത്തു.